പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂപ്പനെ നമ്മളെല്ലാവരും ഇരട്ട പേരിട്ട് വിളിക്കുന്നത് കല്യാണി അപ്പൂപ്പൻ എന്നായിരുന്നേ. പാവം അപ്പൂപ്പൻ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ അപ്പൂപ്പൻ്റെ കടയിൽ നല്ല അരിയുണ്ട കിട്ടുമായിരുന്നേ. എന്തോ ആ അരിയുണ്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റ് ഒന്നുമല്ല, എന്നാലും ഇച്ചിരി കടിച്ചു പൊട്ടിക്കണം. പക്ഷേ അതിനൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒന്നുറങ്ങി എണീറ്റ് വന്നപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ടിൻ്റെ ഒരു ലേശം കഴിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് അരിയുണ്ട ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് എനിക്ക് കല്യാണി അപ്പൂപ്പൻ്റെ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത്. അരിയുണ്ടയ്ക്ക് ഇവിടെ അങ്ങനെ വലിയ താല്പര്യമുള്ളത് ചേട്ടന് മാത്രമേ ഉള്ളൂ. ബാക്കി കാത്തോട്ടിക്കും തനുകുട്ടിക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഒന്നോ രണ്ടോ കഴിക്കും. തേങ്ങ പൊട്ടിക്കുമ്പോൾ തനുക്കുട്ടി കേൾക്കുകയാണെങ്കിൽ എവിടെ നിന്നാലും ഓടി വരും. അങ്ങനെ തനുക്കുട്ടിക്ക് ബാക്കി തേങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ അരിയുണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ശർക്കരയൊക്കെ തിരികെ എടുക്കാം. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞ് അടുക്കള ആയതുകൊണ്ട് ഈ ഒരു ചിരവ വലിയ ഉപകാരമാണ് കേട്ടോ. സാധാരണ നമുക്കിങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ഒരു സാധനം എടുത്ത് വെക്കാനോ പറ്റൂല. ഈ വലിയ അടുക്കളയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഒരാൾക്ക് നിന്ന് തിരിയാൻ പറ്റുന്ന കുഞ്ഞടുക്കള. അങ്ങനെ ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരകി മാറ്റി വെച്ചു, ശർക്കര തിരികെ എടുത്തു. പിന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ അതിനെ മിക്സിയിലോട്ട് നന്നായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മുടെ തേങ്ങയും ശർക്കരയും, തേങ്ങയൊക്കെ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ വില അറിയാമെന്നുള്ളതുകൊണ്ട് കുറച്ച് ടേസ്റ്റൊക്കെ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി വെക്കാം. നമുക്ക് ഇന്ന് കഴിക്കാം, നാളെ കഴിക്കാം. ഇതിന് വലിയ വേറെ ടേസ്റ്റ് വ്യത്യാസമോ ഇല്ലാതായി പോവോ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. അങ്ങനെ ഓരോ ബോൾസാക്കി ഉരുട്ടി അങ്ങ് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ലേശം ചായ വേണം വൈകുന്നേരം. ഞാനിപ്പോൾ ചായ കുടി അങ്ങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഓരോ കപ്പ് ചായ കുടിക്കുന്ന പ്ലേസിൽ ഇപ്പോൾ കോഫി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് ഉരുട്ടി അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ എനിക്ക് ഈ വെപ്രാളം കൂടിപ്പോയത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അരി ഒന്ന് കുറച്ചുകൂടെ പൊടിയണമായിരുന്നു. കാരണം ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അരിയുടെ ഒരു തരിതരിപ്പുണ്ട്. ബാക്കിയെല്ലാം കൊള്ളാം.